Hi everyone, this is Emmy from Nidus Academy. PTE speaking is not about how fancy your accent is or how fast you speak. It is all about how naturally, clearly, and confidently you deliver your response. In this video, I'm going to show you what actually affects your score and some small mistakes that is silently pulling it down. Let me start with how the PTE system checks your speaking. We all know it is a computer. മൂന്ന് മെയിൻ കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്: ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ ആൻഡ് കോണ്ടന്റ്. ഫ്ലുവൻസി മീൻസ് ഹൗ സ്മൂത്ത്ലി യു സ്പീക്ക്, നോട്ട് ഹൗ ഫാസ്റ്റ്. ഇവിടെ നോ ലോങ് പോസസ്, no unnecessary fillers like you know, actually, etc. Pronunciation, it's all about clarity, not your accent. And content, that is, നമ്മൾ പറയുന്ന റെസ്പോൺസിൽ നമ്മളുടെ ആൻസർ എന്താണോ അതിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, റോങ് ഇൻഫർമേഷൻ വരുന്നുണ്ട്, ഇതാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ പറയുന്നത്, പക്ഷെ നമ്മൾ പറയുന്നതിനകത്ത് ഇൻകംപ്ലീറ്റ് ഐഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ ആണെങ്കിൽ യോർ സ്കോർ ഡ്രോപ്സ്. ഇനി അതേപോലെ തന്നെയാണ് നിങ്ങൾ അൺനെസസറി ആയിട്ട് ഹെസിറ്റേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ആൻസർ അല്ലെങ്കിൽ സെൻറ്റൻസസിനെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഗെയിൻ യോർ സ്കോർ ഡ്രോപ്സ്. സോ ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? ഈ മൂന്ന് ആസ്പെക്ട്സ്, അതായത് ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ ആൻഡ് കോണ്ടന്റ്, ഇത് തമ്മിലുള്ളൊരു പ്രോപ്പർ ബാലൻസ് ആണ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. യു ഡോണ്ട് നീഡ് എ ഫോറിൻ ആക്സെൻറ്റ് ടു ഗെറ്റ് എ ഹൈ സ്കോർ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ആക്സെൻറ്റഡ് വേയിൽ സംസാരിച്ചെങ്കിലേ നമ്മുടെ സ്കോർ കിട്ടൂ എന്നാണ്. ബട്ട് ദ സിസ്റ്റം ഡസൻറ്റ് വാണ്ട് യു ടു സ്പീക്ക് വിത്ത് എ ഫേക്ക് ആക്സെൻറ്റ്. നമ്മളൊരു ഫേക്ക് ആക്സെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരെ അൺക്ലിയർ ആയിട്ട് സൗണ്ട് ചെയ്യും. നമ്മുടെ സ്കോർ ഡെഫിനറ്റ്ലി ഡ്രോപ്സ്. ആസ് ഫാർ ആസ് വാട്ട് എവർ യു സേ ഈസ് ക്ലിയർ, സിസ്റ്റം ഈസ് നോട്ട് ബോതേർഡ് നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ആക്സെൻ്റ് ആണോ ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ആണോ എന്നുള്ളതിൽ. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൊനൗൺസിയേഷനിലാണ്. സോ ഓപ്പൺ യുവർ മൗത്ത് പ്രോപ്പർലി, സ്ട്രെസ് ഓൺ ദ മെയിൻ വേർഡ്സ് and keep a natural tone, because a clear, natural accent always scores better than a forced one. The second common mistake is losing fluency in retail lectures or describe images. ഇവിടെ ഒരു ലെക്ചർ എൻ്റർ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഇമേജ് എൻ്റർ ചെയ്യുന്ന ഒരു മൊമെൻറ്റിൽ നമ്മളൊന്ന് ഫ്രീസ് ആവും അല്ലേ. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തോട്ട് എന്തായിരിക്കും? എന്തെങ്കിലും പോയിൻറ്റ്സ് ഞാൻ വിട്ടുപോകുമോ, അല്ലെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഓർമ്മയുണ്ടാവുമോ എന്നുള്ളൊരു തോട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറേ ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കുറേ ഹെസിറ്റേറ്റ് ചെയ്യും, നമ്മുടെ ഫ്ലുവൻസിയുടെ സ്കോർ ഡ്രോപ്പ് ആവും. അതിന് പകരം യു ക്യാൻ യൂസ് എ ക്ലിയർ ടെംപ്ലേറ്റ് ആൻഡ് ഐ വിൽ ഗിവ് യു വൺ. ദ ഇമേജ് ഷോസ്, അതിനുശേഷം ടൈപ്പ് ഓഫ് ഗ്രാഫ് ആഡ് ചെയ്യുക. ഓവറോൾ ഇറ്റ് കമ്പയർസ്. സേ ദ മെയിൻ പോയിൻറ്റ്, ദ ഹയസ്റ്റ് വാല്യൂ ഈസ് ഫോർ, ഏതിനാണോ അത് ആഡ് ചെയ്യുക. വൈൽ ദ ലോവസ്റ്റ് ഈസ്, ദിസ് സജസ്റ്റ് ദാറ്റ്. സോ ഈവൻ ഇഫ് നമ്മൾ ഡീറ്റെയിൽസ് മറന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് വിട്ടുപോയാലും യു ഡോണ്ട് ഹാവ് ടു വറി. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കണക്റ്റഡ് വേയിൽ സംസാരിച്ചാൽ മതി. കാരണം PTE റിവാർഡ്സ് എ കണ്ടിന്യൂസ് സ്പീച്ച്. നെക്സ്റ്റ്, സം സ്റ്റുഡൻസ് പോസ് ഫോർ ടു ലോങ്. ചിലർ ഈവൻ 3 സെക്കൻഡ്സിൻ്റെ അപ്പുറത്തേക്ക് പോസ് ചെയ്യാറാണ്. ആൻഡ് വി നോ ഇൻ PTE സ്പീക്കിംഗ് നമ്മൾ 3 സെക്കൻഡ്സിന് മുകളിൽ പോസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ദ മൈക്ക് സ്റ്റോപ്സ് റെക്കോർഡിങ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡീറ്റെയിലോ അല്ലെങ്കിൽ ഒരു ഐഡിയ മറന്നു പോയാലും യൂസ് സം ലിങ്കേഴ്സ് ലൈക്ക് ലെറ്റ് മീ സീ ഓർ ഐ ബിലീവ്. ഇതൊക്കെ നമ്മുടെ ഫ്ലുവൻസി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആൻഡ് റിമെമ്പർ യുവർ എനർജി മാറ്റേഴ്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഫ്ലാറ്റായിട്ട് ഒരു മൊണോട്ടോണസ് മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അവിടെ നിങ്ങളൊരു റൈസ് ആൻഡ് ഫോൾ മോഡുലേഷനെ ഫോളോ ചെയ്തത് നമ്മളൊരു പുതിയ ഐഡിയ തുടങ്ങുമ്പോൾ യു ക്യാൻ ഗോ സ്ലൈറ്റ്ലി അപ്പ്. നമ്മൾ സെൻറ്റൻസ് ഫിനിഷ് ചെയ്യുമ്പോഴോ ഗോ ഡൗൺ. ദാറ്റ് മേക്സ് യു സൗണ്ട് നാച്ചുറൽ. And PTE or AI recognizes it as fluent and confident. Now, I'll give you some tips to boost your PTE speaking. First, don't copy accent. നമ്മൾ aim ചെയ്യേണ്ടത് എന്തിനാണ്? Clear pronunciation. Second, record your own voice and listen. നമുക്ക് ഹെസിറ്റേഷൻസ് ഉണ്ടോ or are we pausing for too long? ഈ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും. And third, ഒരു 30 to 40 seconds ടൈം കീപ്പ് ചെയ്ത് എവറി ഡേ യു ഹാവ് ടു സ്പീക്ക് കണ്ടിന്യൂസ്ലി. നെക്സ്റ്റ്, യു ഹാവ് ടു കീപ് ദ റിയൽ എനർജി ഗോയിങ്. കാരണം നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു മെഷീനോടാണ് അല്ലെങ്കിൽ ഒരു AI-നോടാണ് വിച്ച് ഇസ് അസസിങ് യുവർ ഹ്യൂമൻ ഫ്ലുവൻസി. ആൻഡ് ഫൈനലി, സ്റ്റേ കാം ഓൾവേസ് ബിക്കോസ് യുവർ ടോൺ മാറ്റേഴ്സ് ആസ് മച്ച് ആസ് യുവർ വേർഡ്സ്. So the next time you practice PTE speaking, don't just read, speak it
like you mean it. And remember, you don't have to chase the accents, chase clarity. Thank you.